സാമ്പത്തിക സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾക്കിടയിലും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ GDP 7.8% വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ തീരുവകളെ പരാമർശിച്ചായിരുന്നു ഇത്. ചൈനയിലേക്കും ജപ്പാനിലേക്കുമുള്ള തന്റെ യാത്ര അവസാനിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന സെമികോൺ ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കവേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എല്ലാ പ്രതീക്ഷകളെയും എസ്റ്റിമേറ്റുകളെയും പ്രവചനങ്ങളെയും മറികടന്നുവെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകൾ സാമ്പത്തിക സ്വാർത്ഥ താൽപര്യത്താൽ നയിക്കപ്പെടുന്ന ആശങ്കകളും വെല്ലുവിളികളും നേരിടുമ്പോൾ ഇന്ത്യ 7.8% വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 6.5% വളർച്ച കൈവരിക്കുമെന്ന് കണക്കാക്കിയിരുന്ന സ്ഥാനത്ത് 7.8% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് 1.3% പോയിന്റ് കൂടുതലാണിത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ-ജൂൺ പാദത്തിൽ GDP 6.5% വളർച്ച കൈവരിച്ചിരുന്നു. 2025-26 ഇതേ 3 മാസ കാലയളവിലെ വളർച്ച 5 പാദങ്ങൾ ഏറ്റവും വേഗതയേറിയ വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു. ഇതിനു മുമ്പത്തെ ഏറ്റവും ഉയർന്ന GDP വളർച്ച 2024 ജനുവരി-മാർച്ച് പാദത്തിലെ 8.4% ആയിരുന്നു.